ആകെയുള്ള സമ്പാദ്യം ഉപയോഗിച്ച് വാങ്ങിച്ച വീടും വസ്തുവും നിയമക്കുരുക്കിലായതോടെ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട ഗതികേടിലാണ് പത്തനംതിട്ട ചിറ്റാർ സ്വദേശികളായ ഹബീബും കുടുംബവും. വീടും പുരയിടവും മുൻ ഉടമസ്ഥയുടെ രണ്ടാനമ്മയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന പത്തനംതിട്ട സബ് കോടതി ഉത്തരവാണ് ഹബീബിന് തിരിച്ചടിയായത്. ഈ മാസം 26-ന് വീട് ഒഴിഞ്ഞു നൽകണമെന്നാണ് ഉത്തരവ്. 2 മക്കളുണ്ട്. മോളാണെങ്കിൽ +2 ഈ വർഷം പഠിക്കുക. 10A+ മേടിച്ച. ഇപ്പം അതിന് പഠിക്കാൻ പോലുമുള്ള കഴിവില്ല എന്ന് പറഞ്ഞാൽ സങ്കടം പ്രയാസം കൊണ്ട് പിന്നെ മോനെ ITI ഞാൻ വിട്ടേക്കും. (2009) സാജിദയുടെ കയ്യിൽ നിന്നും വീടും വസ്തുവും ഹബീബും കുടുംബവും വാങ്ങുന്നത്. ഹബീബും ഭാര്യ റജീനയും കൂലിപ്പണിക്ക് പോയി സ്വരൂപിച്ച പൈസ ഉപയോഗിച്ചാണ് വസ്തുവും വീടും വാങ്ങിയത്. നിലവിലുള്ള നിയമങ്ങൾ പാലിച്ചു തന്നെയായിരുന്നു ഇടപാടുകൾ. 2017 പത്തനംതിട്ട സബ് കോടതിയുടെ വിധി വന്നു. വിധിയിൽ മുൻ ഭൂവുടമയായിരുന്ന സാജിദയുടെ രണ്ടാനമ്മ ആമിന ബീവിക്ക് 5 സെന്റ് സ്ഥലവും താമസിക്കുന്ന വീടും നൽകണമെന്നാണ്. കേസുള്ളതിനെപ്പറ്റിയോ വിധി വന്ന കാര്യമോ ഹബീബും കുടുംബവും അറിഞ്ഞിരുന്നില്ല. ഭൂമിയുടെ അതിരുമായി സംബന്ധിച്ച് എന്തെങ്കിലും പിഴവ് പറ്റിയതാകാം എന്നതായിരുന്നു ഭൂരേഖ തഹസീൽദാരുടെ മറുപടി. ഞങ്ങൾക്ക് 2022 ഭൂരേഖ തഹസീൽദാർ ഞങ്ങൾക്ക് ഒരു ലെറ്റർ വിട്ടു. അത് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ വസ്തു സംബന്ധമായ തർക്കത്തിന് വേണ്ടി നിങ്ങൾ കോന്നി ചെല്ലണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പം അവർ പറഞ്ഞത് എന്തോ കോടതിക്ക് ഒരു തെറ്റ് പറ്റിയത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇതിനെല്ലാം അതിരുകളുണ്ട്. ഞങ്ങളുടെ ഈ 20 സെന്റിന് അതിര് വെച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ വസ്തുവിന് അതിരില്ലെന്നാണ് പറഞ്ഞത്. ആമിന ബീവിക്കായി വേറൊരു 5 സെന്റ് സ്ഥലം കൊടുത്തിട്ടുണ്ട് എന്ന സാജിദയുടെ വാക്കുകൾ വിശ്വസിച്ച് ആശ്വാസപ്പെട്ടിരിക്കുമ്പോഴാണ് വീടും 5 സെന്റ് സ്ഥലവും ഒഴിഞ്ഞു നൽകണമെന്ന് കോടതിയുടെ അറിയിപ്പ് വീണ്ടും ലഭിക്കുന്നത്. ഈ കഴിഞ്ഞൊരു ദിവസം ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ബുധനാഴ്ച 26-ാം തീയതി ബുധനാഴ്ച ആമിനായിക്ക് അനുകൂലമായിട്ട് വിധി വന്നു. അപ്പം അതിനല്ല നിങ്ങളെ സാധനം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റിക്കോ, സീല് വെക്കാനായിട്ട് അവർ വരുന്നത് നിങ്ങൾക്ക് അനുകൂലമല്ലെന്നും പറഞ്ഞു. ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ബന്ധപ്പെടാനാണ് തീരുമാനം. എന്നാൽ 2 ദിവസം മാത്രം ശേഷിക്കെ മക്കളുമായി എവിടേക്ക് പോകണമെന്ന് ഇവർക്കറിയില്ല. നിതിൻ തോമസ്, മീഡിയ 1, പത്തനംതിട്ട.